ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റമദാൻ 4ൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ തരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച് വന്ന പാലിലേക്ക് വറുത്ത് വെച്ച സേമിയനും വറുത്ത് വെച്ച റവയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വറുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ റമദാൻ പ്രിപ്പറേഷൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. ഇങ്ങനെ സേമിയനും റവയൊക്കെ വറുത്ത് വെച്ചിട്ട് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അതേപോലെ കൂടുതൽ ടേസ്റ്റി ആയി കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്താൽ. അപ്പോൾ വറുക്കാൻ ചെയ്യുന്നവരുണ്ടാവും, ഞാനിങ്ങനെ ചെയ്യൽ. ഇതിലേക്ക് 2 ഏലക്ക കുത്തിയിട്ടവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും അതേപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ഇത് തന്നെ ആയിരിക്കും. ഇങ്ങനെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ റമദാൻ പ്രിപ്പറേഷൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുകയും ചെയ്യുക. ഇനി ഇതാ തരിയിലേക്കൊന്ന് തൂമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ തരിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യാത്തവരും ഉണ്ടാവും, ചെയ്യുന്നവരുണ്ടാവും. തേങ്ങാപ്പാൽ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ടാവും, പല രീതിക്കും ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. അപ്പോൾ തരി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക. ഇനി ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുക്കറിൽ മസാല ഷവായ വെക്കുന്നില്ലേ, അപ്പോൾ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കാശ്മീരി ചില്ലി, കുറച്ച് വിനാഗിരിയും അതേപോലെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത്ര ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിലൊന്ന് കുത്തി കൊടുക്കുക, നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കുന്ന പാകത്തിൽ വരഞ്ഞു കൊടുക്കുക. ഇനി മിക്സിയിൽ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ചെറിയ ഉള്ളി, ഇതും റമദാൻ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളി തൊലിക്കുന്നതൊക്കെ റമദാനിന് പറഞ്ഞാൽ കുറച്ചധികം ടൈം എടുക്കുന്ന പണികളല്ലേ. നോമ്പിന് മാത്രമല്ല കേട്ടോ, നമുക്ക് അല്ലാത്ത ടൈമിലും ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാലും നമ്മൾ പണികളൊക്കെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നോമ്പിനും കൂടുതൽ ടൈം നമ്മൾ അടുക്കളയിൽ നിന്ന് ചിലവഴിക്കാതെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നിസ്കാരവും ഓത്തും കാര്യങ്ങൾക്കും ആയിട്ട് കൂടുതൽ ടൈം നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ആ പേസ്റ്റ് അരച്ച് വെച്ച പേസ്റ്റ് മുഴുവനായിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം നന്നായിട്ട് വാർത്തിയതിന് ശേഷം വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അരച്ച് വെച്ച വെളുത്തുള്ളി പേസ്റ്റും പിന്നെ അതേപോലെ അരച്ച് വെച്ച ഇഞ്ചിൻ്റെ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ റമദാൻ പ്രിപ്പറേഷൻ്റെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടു നോക്കുക എല്ലാവരും. ഇനി ഇതിലേക്ക് മസാല പൊടികളായിട്ട് മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ പിന്നെ ഗരം മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂണിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മല്ലി 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതേപോലെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് വെച്ച് കൊടുക്കുക. നാരങ്ങൻ്റെ കുരുവ കളഞ്ഞിട്ട് ഒരു നാരങ്ങ ഫുള്ളായിട്ട് പിഴിഞ്ഞ് വെച്ച് കൊടുക്കുക. അപ്പോൾ വിനാഗിരി ഉണ്ടെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് മിക്സ് ആക്കി എടുക്കുമ്പോൾ കയ്യിൽ ഗ്ലൗ ഇട്ടിട്ട് വേണ്ട ചെയ്യാൻ. അതിൻ്റെ നന്നായിട്ട് മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ വലിയ പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് മസാലയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഫ്രീസറിലുള്ള ഫ്രിഡ്ജിൽ 4 മണിക്കൂറിന് ശേഷം ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. ചിക്കൻ മുഴുവനായിട്ട് ആ മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലടിക്കുക. ലോ ഫ്ലെയിമിൽ 2 വിസിലും അടിച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ വലിയ പീസാണ് ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ 3 വിസിലടിച്ചെടുത്തത്. അപ്പോൾ ചെറിയ ചിക്കനൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേവിനനുസരിച്ച് വിസിലടിച്ചാൽ മതി കേട്ടോ. ഇനി ആ വെന്ത് വന്ന ചിക്കൻ ഞാൻ കുറച്ചും കൂടി ഓയിൽ ഒരു പാനിലേക്ക് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറിയ തോതിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കടകളിൽ നിന്ന് കിട്ടുന്ന ഷവായിൻ്റെ രൂപത്തിലാകാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ 2 വശം ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഓയിലിലേക്ക് തന്നെ കുക്കറിലുള്ള ബാക്കി മസാല ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. നല്ലോണം വറ്റിച്ചെടുക്കണ്ട, ഒന്ന് വറ്റിച്ചെടുക്കുക. ആ വറ്റി വന്നതിലേക്ക് പിന്നെ ഈ ചിക്കൻ ചേർത്ത് കൊടുക്കണം കേട്ടോ.
ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ആ ചിക്കൻ്റെ രണ്ട് വശത്തേക്കും മസാലകളൊക്കെ ആക്കിയിട്ട് അതിൽ കിടന്നിട്ട് ഒരു 5-10 മിനിറ്റ് കൂടി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആകും കേട്ടോ. ഇതിന് ഈ മസാല മാത്രം മതിട്ട് നമുക്ക് പൊറോട്ട ആയാലും റൊട്ടി ആയാലും അതേപോലെ മന്തി ആയാലും കഴിക്കാൻ വേണ്ടി മസാല മാത്രം മതി. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് ഒരു റൈസ് കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഉരുളി എടുത്തിട്ടുണ്ട്, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, സ്പൈസസ് ആയ പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ബേ ലീഫ്, കുരുമുളക്, കുരുമുളക് അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ശാജീരകം അതൊക്കെ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണ് എടുക്കുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു ഉള്ളിൻ്റെ പകുതി ചെറുതായിട്ട് കട്ടി ചേർത്ത് കൊടുക്കുന്നു. ചെറുതായിട്ടെന്ന് പറഞ്ഞാൽ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നു വേണ്ട. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു തക്കാളിൻ്റെ പകുതി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയം ഇതിലേക്ക് ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ റൈസിൻ്റെ റെസിപ്പിയും കൂടിയാണിത്. ഇത് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മന്തിൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. മന്തിൻ്റെ മസാല കൂടി ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. അതിൻ്റെ റോസ്മെല്ല് മാറോളം ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് എണ്ണയിൽ നിന്ന് ആ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് കോരി മാറ്റുക. ഇനി ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് വേവിച്ച് വെക്കുക കേട്ടോ. ഫുള്ളായിട്ട് തന്നെ വേവിച്ച് വെച്ചതാണിത്. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ എണ്ണയിലേക്ക് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ഉള്ളി തക്കാളി മിക്സ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ദം ചെയ്തെടുക്കണം. ഒന്ന് പുകച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ഒരു പച്ചമുളക് കുത്തി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ. അതേപോലെ ഷവായിൻ്റെ മസാലയിൽ നിന്ന് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വേറെ കളറിനൊന്നും ഞാൻ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താണത്. അപ്പോൾ വേണ്ടവരെ കളർ ചേർത്ത് കൊടുക്കുക. ഞാൻ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നിട്ടൊന്ന് കനൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചൊന്ന് പുകച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് 10-20 മിനിറ്റോളം ഒന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ റൈസിൻ്റെ റെസിപ്പി എല്ലാവരും റെഡിയാക്കി നോക്കുക. അതേപോലെ മസാല ഷവായ റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കുക. പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് റൈസിന് ഇതിൻ്റെ കൂടെ അൽഫാമോ ചിക്കൻ അൽഫാമോ അതേപോലെ ബീഫോ ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ദം ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ ഇട്ടിട്ട് വേണമെങ്കിലും ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഷവായിൻ്റെ കുറച്ച് മസാല മാത്രം ചേർത്തിട്ടാണ് ദം ചെയ്തെടുത്തത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായ മറക്കുക, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ.